ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. ഇന്ന് ഞങ്ങള് കോഴിക്കോട് ബ്ലൂ ഡയമണ്ട് മോളിലെ നെക്സ്റ്റ് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ഐറ്റംസിന്റെ കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. പറ്റാവുന്നവരൊക്കെ ഈ 3-4 ദിവസത്തിനുള്ളിൽ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ഓഫേഴ്സ് ഇപ്പൊ നടക്കുന്നുണ്ട്. അവരുടെ 1 ഇയർ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് ഞാൻ വാങ്ങിച്ച ഐറ്റംസ് എന്ന് പറയുന്നത് ചന്ദ്രികയുടെ സോപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഫുള്ള് തീർന്നിരിക്കുമായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഓഫർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രിക വാങ്ങിച്ചു, വിവലും വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ 137 രൂപയാണ് ഒരു പാക്കിന് വരുന്നത് കേട്ടോ. വിവല എനിക്ക് തോന്നുന്നു 100 രൂപയുടെ അടുത്ത് ഉള്ളൂ. പിന്നെ ഞാൻ വാങ്ങിച്ച ഒരു കോംബോ പാക്കാണ് മക്രോണിയുടെ പാക്കും. അതും ഇവിടെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അത് വാങ്ങിച്ചത്. പിന്നെ ഇതൊരു പാക്ക് കോംബോ പാക്ക് ആയിട്ട് തന്നെ കടല, പയറ്, ഗ്രീൻ പീസ്, ഇതും നല്ലൊരു ഓഫറിന് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ പാലക്കാടൻ ചട്നി പൗഡർ, ഒരു ഓഫറൊന്നുമില്ല, നമ്മൾ വാങ്ങിച്ചു എന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഹാൻഡ് വാഷ് കമ്പനി ഒന്നും നോക്കിയിട്ടല്ല കേട്ടോ ഇത് വാങ്ങിച്ചിരിക്കുന്നത്. ഓഫർ ഉണ്ടായിരുന്നു, 100 രൂപയേ ഉള്ളൂ 2 എണ്ണത്തിന്, അതുകൊണ്ട് വാങ്ങിച്ചതാണ്. പിന്നെ അത് കൂടാതെ നമ്മൾ ബിസ്ക്കറ്റ്, മോൾക്ക് സ്കൂളിലെ സ്നാക്സിനൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന ബിസ്ക്കറ്റുകൾ വാങ്ങിച്ചിട്ടുണ്ട്. 3 എണ്ണമാണ് നമ്മൾ വാങ്ങിച്ചത്. പിന്നെ ഞങ്ങൾ വാങ്ങിച്ച ഐറ്റംസ് എന്ന് പറയുന്നത് ന്യൂഡിൽസ് ആണ്. ഈപ്പിയുടെ ന്യൂഡിൽസ് ആണ്, വലിയ പാക്കാണ് കേട്ടോ. ഒരു പാക്ക് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഒരു പാക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. 112 രൂപയാണ് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത്. ഇതും മോൾക്ക് ഇഷ്ടമാണ്, എപ്പോഴും ഒന്നും കൊടുക്കില്ല, വല്ല സൺഡേസിലോ അങ്ങനെയൊക്കെ മാത്രമേ ഞങ്ങൾ ന്യൂഡിൽസ് കൊടുക്കൂ. പിന്നെ മോളാണെങ്കിൽ, മൂത്ത മോള് നെക്സ്റ്റ് മന്ത് വെക്കേഷൻ വരുന്നുണ്ട്. അപ്പൊ ആൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആൾക്ക് ഹോസ്റ്റലിൽ ന്യൂഡിൽസ് അങ്ങനെ കുറവായിരിക്കും കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് ആണ് വലിയൊരു പാക്കറ്റ് തന്നെ വാങ്ങിച്ചത്. പിന്നെ ഇൻഡോമിയുടെ ന്യൂഡിൽസും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. 5 എണ്ണത്തിന്റെ പാക്കാണ് കേട്ടോ ഇത്. വാങ്ങിച്ചത് കോക്കനട്ട് ഓയിലാണ്, അതിനും ഓഫർ ഉണ്ടായിരുന്നു. 2 പാക്കറ്റ് കോക്കനട്ട് ഓയിൽ വാങ്ങിച്ചിട്ടുണ്ട്. കൂടാതെ സൺഫ്ലവർ ഓയിലിനും അവിടെ ഓഫർ ഉണ്ടായിരുന്നു, അതും വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ കോക്കനട്ട് ഓയിലും സൺഫ്ലവർ ഓയിലും. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് വാങ്ങിച്ചിട്ടുണ്ട്, കാരണം അവിടെ വെജിറ്റബിൾസിന് എല്ലാത്തിനും ഓഫറൊന്നുമില്ല. തക്കാളിക്ക് 18 രൂപയാണ് 1 കിലോനുള്ളത്. പിന്നെ അത് കൂടാതെ തന്നെ പംകിൻ, മത്തങ്ങയ്ക്ക് വന്നിട്ട് 14 രൂപയാണ് 1 കിലോനുള്ളത്. പിന്നെ ഒനിയൻ, ചെറിയുള്ളിയൊക്കെ അത് ഓഫറിലല്ലാതെ വാങ്ങിച്ചതാണ്. അപ്പൊ ഞാൻ ഇതിൽ അത്യാവശ്യം നമുക്ക് ഇത് വാങ്ങിച്ചുകൊണ്ട് ഗുണമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് കേട്ടോ. ഇത് കൂടാതെ നമ്മൾ കുറച്ച് ബീഫ് വാങ്ങിച്ചു. ബോൺലെസ് ബീഫിന് വന്നിട്ട് 299 രൂപയാണ് 1 കിലോനായത്. കൂടാതെ പ്രോൺസ് വാങ്ങിച്ചു. പ്രോൺസ് 1 കിലോ, അത് ടൈഗർ പ്രോൺസ് പോലെ വലിയ പ്രോൺസ് ആണ്, അതിനൊരു 389 രൂപയായിട്ടുണ്ട്. കൂടാതെ പിന്നെ ഞങ്ങൾ ചിക്കൻ മേടിച്ചതിന് 139 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ ഞങ്ങള് കിങ് ഫിഷ് വാങ്ങിച്ചിട്ടുണ്ട്. കിങ് ഫിഷിന് അത്യാവശ്യം റേറ്റ് എന്ന് പറയാനായിട്ട് സാധാരണ പുറത്തുനിന്ന് മേടിക്കുന്നതിനേക്കാളും റേറ്റ് കുറവാണ്. 589 രൂപയായിരുന്നു. 1,300ന്റെ അടുത്തുണ്ട്, അപ്പൊ 800 സംതിങ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും ഐറ്റംസ് ഒക്കെയാണ് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചത്. ഇത്രയും ഐറ്റംസ് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അവർ നമുക്കൊരു 1 കുപ്പീസിന്റെ ഒരു ഡിറ്റർജന്റ്, ഇത്രയും വലിയൊരു പാക്ക് നമുക്ക് അവര് 1 രൂപയ്ക്ക് തന്നതാണ്. അപ്പൊ ആദ്യം ഇത് നമ്മൾ ലിക്വിഡാണ് യൂസ് ചെയ്യുന്നത്, അപ്പൊ അതുകൊണ്ട് നമുക്കിത് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ ബാത്റൂമിലൊക്കെ നമുക്ക് ജസ്റ്റ് ക്ലീൻ ചെയ്യാനായിട്ടൊക്കെ ഏതെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളത് വാങ്ങിച്ചു. ഇത്ര ഐറ്റംസ് പർച്ചേസ് ചെയ്തതിന് ഞങ്ങൾക്ക് വന്നത് 3569 രൂപയാണ്. കൂടുതലും നമ്മൾ ഈ നൂഡിൽസ് അങ്ങനത്തെ ഇതിനെല്ലാം നമുക്ക് റേറ്റ് വന്നിട്ടുള്ളത്. പിന്നെ അറിയാലോ, ഒരുപാട് സാധനങ്ങൾ ഓഫറിൽ കാണുമ്പോൾ നമ്മൾ വാങ്ങിച്ചു കൂട്ടും. പിന്നീട് ബില്ല് വരുമ്പോഴാണ് ഇത്രയും എന്ന് പറയുന്നത്. കൂടുതൽ ഞങ്ങൾക്ക് ആ ഫിഷ്, കിങ് ഫിഷും പ്രോൺസും ഒക്കെ വാങ്ങിച്ചതിനാണ് ഈ റേറ്റ് വന്നിട്ടുള്ളത്. നല്ല ഓഫേഴ്സ് ആണ് അവിടെ നടക്കുന്നത്. എല്ലാവരും മാക്സിമം പോകാൻ പറ്റുന്നവർ പോവുക. 2-3-4 ദിവസത്തെ ഉള്ളൂ കേട്ടോ ഈ ഓഫർ. എല്ലാ ദിവസമൊന്നും ഈ ഓഫർ ഇല്ല. അവരുടെ 1 ഇയർ സെലിബ്രേഷന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഓഫർ അവർ കൊടുക്കുന്നത്. പിന്നെ എല്ലാ കാര്യങ്ങളും നല്ലത് തന്നെയാണ്. പക്ഷെ ഇതിൽ എനിക്കൊരു നെഗറ്റീവായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും സാധനങ്ങൾ 3569 രൂപയ്ക്ക് ഇത്രയും സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് ഇത്രയും വലിയൊരു സോപ്പ് പൊടിയുടെ പാക്കറ്റ് അവർ തന്നായിരുന്നു. അപ്പൊ ആ ഒരു സ്ഥാനത്ത് അറ്റ്ലീസ്റ്റ് ഒരു കവർ തരാനുള്ള ഒരു മര്യാദ എല്ലാ കടകളും, ഞാൻ ഇവരെ മാത്രം കുറ്റം പറയുന്നല്ല കേട്ടോ, നമ്മൾ മാക്സിന്നാണെങ്കിലും ഏത് കടയിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്താലും ഇപ്പൊ നമുക്ക്
കവറ് നമ്മൾ കയ്യിൽ നിന്ന് കൊണ്ടുപോകണം. അവരുടെ കടയിൽ നിന്ന് ഒരു സാധനം നമ്മൾ വാങ്ങുന്ന സമയത്ത് നമുക്കൊരു കവർ തരേണ്ട ഒരു മര്യാദ അവർക്ക് വേണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ എറണാകുളം പോത്തീസിൽ നിന്നും ഞാൻ പർച്ചേസ് ചെയ്യുന്ന ഒരാളാണ്. നോർമലി ഞാൻ എറണാകുളത്ത് പോത്തീസിൽ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് അവർക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ടീം തന്നെയുണ്ട്. നമ്മൾ സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കവർ വേണോന്ന് അവർ ചോദിക്കും. നമുക്ക് വേണ്ട, നമുക്കൊരു ബോക്സിൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോക്സിൽ ഇതെല്ലാം വെൽ അറേഞ്ച് ചെയ്തിട്ട് അവർ നമുക്ക് ട്രോളിയിൽ വെച്ചിട്ട് തന്നുവിടും. അപ്പം ഇവൻ കവർ തരാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇത്രയും ഐറ്റംസ് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് എല്ലാ കടക്കാരും ശ്രമിക്കുക. അത്രയും നമുക്ക് പറയാനുള്ളൂ. അത് എല്ലാ കടയുണ്ട്. ഈവൻ നമ്മളിപ്പോ ഞാൻ പറയാം, ഞാൻ ഓൾമോസ്റ്റ് ലുലുവിലൊക്കെ പോയിട്ടുണ്ട്. എല്ലായിടത്തും ഇത് തന്നെയാണ് അവസ്ഥ. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പൈസയുണ്ട്, കവറിന് പൈസയുണ്ട്, വേണോ ആ ഒരു ചോദ്യം പരമാവധി ഇത്രയും പൈസയെ കൊടുത്ത് മേടിക്കുന്ന സമയം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. ഞാനിതിവിടെ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ബ്ലൂ ഡയമണ്ടിലെ നെക്സ്റ്റ് ഹൈപ്പർ മാർക്കറ്റിൽ പർച്ചേസിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ കവർ എടുക്കാനായിട്ട് മറക്കരുത്. തീർച്ചയായിട്ടും കവർ എടുത്തിട്ട് തന്നെ പോവുക. ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കുള്ളൂ. അതുകൊണ്ട് ഞാനതൊന്ന് ഇവിടെ ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. അവിടെ ഒരുപാട് ഐറ്റംസിന് ഇനിയും ഓഫറുണ്ട്. എനിക്ക് കുട്ടികൾക്ക് വേണ്ട സാധനങ്ങൾ കൂടുതലും പർച്ചേസ് ചെയ്യാനാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ ഇതൊക്കെ വാങ്ങിച്ചിട്ടുള്ളതും. പിന്നെ പൈനാപ്പിൾ കേക്കിനും കാരമൽ കേക്കിനും 125 റുപ്പീസേ ഉള്ളൂ. പക്ഷേ അതവിടെ തീർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്കത് വാങ്ങാനായിട്ട് സാധിക്കാഞ്ഞത്. എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച്.